മൂന്നാം മോദി സർക്കാരിന്റെ വകുപ്പ് വിഭജനം സംബന്ധിച്ച അന്തിമ തീരുമാനമായി കഴിഞ്ഞു. പ്രധാന വകുപ്പുകളെല്ലാം ബി.ജെ.പി. നിലനിർത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഘടകകക്ഷികൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പക്ഷേ അവർ ചോദിച്ച വകുപ്പുകൾ നൽകിയിട്ടില്ല എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. ശിവസേന ഷിൻഡ വിഭാഗം അടക്കം വലിയ വിമർശനവുമായി സർക്കാരിനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. തങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം അജിത് പവാർ വിഭാഗത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകാത്തതിലുള്ള പ്രതിഷേധമുണ്ട്. പക്ഷേ ഇതൊക്കെ പരിഹരിച്ചു തന്നെയാണ് ഇപ്പോൾ മോദി മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന് CPI ഉയർത്തിയ വിമർശനങ്ങളാണ് പിണറായി വിജയനെതിരെ. പിണറായിയെ വേണ്ട സമയത്ത് ഇരുത്താൻ CPI തന്നെ മുന്നിട്ടിറങ്ങണമായിരുന്നു എന്നാണ് സംസ്ഥാന സമിതിയിൽ ഇന്നലെ ഉണ്ടായ വിമർശനം. ഇതടക്കം നിരവധി കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യം മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. കാരണം ഇന്നോ നാളെ ഒരു പക്ഷേ സത്യപ്രതിജ്ഞ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് ചുമതല ഏറ്റെടുക്കൽ ഉണ്ടായേക്കാം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൂന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കും. രാവിലെ 11 മണിക്ക് മന്ത്രിമാർ ചുമതലയേൽക്കും. കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് ഓഫീസിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സുരേഷ് ഗോപിക്ക് പെട്രോളിയം അടക്കമുള്ള പ്രധാന വകുപ്പുകളുടെ ചുമതലയുണ്ട്. ജോർജ് കുര്യന് ഫിഷറീസ് അടക്കമുള്ള വകുപ്പുകൾ, കേരളത്തിന് പ്രയോജനം ചെയ്യാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. രാഗേഷ് ചേരുന്നു. രാഗേഷ്, പ്രധാന വകുപ്പുകളെല്ലാം BJP-ക്കൊപ്പമാണ്, BJP-യാണ് കൈവശം വെച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പക്ഷേ ഘടകകക്ഷികളുടെ ചില സ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. എന്തൊക്കെയാണ് സുപ്രധാനമായ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ടാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. സാധാരണഗതിയിൽ ക്യാബിനറ്റ് യോഗത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വകുപ്പുകൾ തീരുമാനമാകാറുണ്ട്. പക്ഷേ ഇന്നലെ ഏറെ വൈകിയാണ് വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഏതായാലും പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെ കൈവശം വെക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിനെ താരതമ്യം ചെയ്യുമ്പോൾ ഏതായാലും 10-ലധികം മന്ത്രിമാർ പഴയ വകുപ്പുകൾ തന്നെ മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് പുതുമുഖങ്ങൾ വരുമ്പോൾ പോലും പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളിലൊന്നും തന്നെ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി തന്നെ തുടരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച സഹകരണ വകുപ്പും അമിത്ഷായ്ക്ക് തന്നെയാണ്. രാജ്നാഥ് സിംഗ് തന്നെയാണ് പ്രതിരോധ മന്ത്രി. ഒപ്പം നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിൽ തുടരുന്നു. എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി വീണ്ടും ചുമതലയേറ്റിരിക്കുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട വകുപ്പുകളിൽ BJP തന്നെ വരുന്നു. നിതിൻ ഗഡ്കരി, ആദ്യ 2 സർക്കാരിന്റെ കാലത്തും നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത മന്ത്രി തന്നെയായിരുന്നു. നിതിൻ ഗഡ്കരിയുടെ വകുപ്പിലും ഏതായാലും മാറ്റമില്ല. പക്ഷേ JP നഡ്ഡയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം നിലവിൽ BJP ദേശീയ അധ്യക്ഷനാണ്. 1ാം മോദി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു. 3ാം മോദി സർക്കാരിൽ അദ്ദേഹം മടങ്ങിയെത്തുമ്പോൾ ആ വകുപ്പിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹം. പക്ഷേ ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് JP നഡ്ഡയ്ക്ക് നൽകിയിട്ടുള്ളത്. മറ്റ് പ്രധാനമായി ഉള്ളത് ഒന്ന്, ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയുടെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് വന്നു എന്നുള്ളതാണ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ശിവരാജ് സിംഗ് ചൗഹാനെ കൃഷി വകുപ്പും ഒപ്പം തന്നെ ഗ്രാമവികസന മന്ത്രാലയം കൂടി നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, റെയിൽവേ മന്ത്രാലയത്തിൽ അത് അശ്വിനി വൈഷ്ണവ് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകളൊക്കെ കൊണ്ടുവന്നത്. ഒപ്പം അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു വകുപ്പായ I&B മിനിസ്ട്രി കൂടി നൽകിയിരിക്കുന്നു. അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ തവണ കൈകാര്യം ചെയ്തു പോകുന്ന വകുപ്പാണ് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. അതിൻ്റെ ചുമതല കൂടി അശ്വിനി വൈഷ്ണവിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മനോഹർലാൽ ഖട്ടറിനാണ് നഗരവികസനം ഒപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് എൻ്റെയും ചുമതല നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ പീയൂഷ് ഗോയൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയായിരുന്നു. ഇത്തവണയും അത് ആവർത്തിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാനത്തെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഇത്തവണയും അദ്ദേഹം തന്നെയാണ് മന്ത്രി. അങ്ങനെ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ തന്നെ BJP തന്നെ നിലനിർത്തുന്നു. മാത്രവുമല്ല 10-ലധികം മന്ത്രിമാരുടെയെങ്കിലും വകുപ്പുകളിൽ മാറ്റമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ അല്പമൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ. കാരണം നമുക്കറിയാം സഖ്യകക്ഷി സർക്കാരാണ്, BJP-ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു മന്ത്രിസഭയാണ്. ആ സ്ഥിതിക്ക് കൂടുതൽ വകുപ്പുകൾ ചോദിച്ച പശ്ചാത്തലം ഇപ്പോൾ കൃഷി മന്ത്രാലയമൊക്കെ JDS ചോദിച്ചിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന ആവശ്യം TDP-യും JDU-യും മറ്റും ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്ഭുതകരമായ കാര്യം, പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നും മാറ്റമുണ്ടാകുന്നില്ല. BJP തന്നെ അപ്രമാദിത്വം പുലർത്തുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ഈ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിനായത്? രാഗേഷ്, രഞ്ജിത്ത്, 4 വീതം മന്ത്രിസ്ഥാനമാണ് TDP-യും JDU-യും ചോദിച്ചിരുന്നത്. പക്ഷേ അവർക്കിപ്പോൾ 2 മന്ത്രിസ്ഥാനമാണുള്ളത്. ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഒപ്പം ഒരു സഹമന്ത്രി സ്ഥാനവും. അതിൽ തന്നെ TDP-യുടെ ക്യാബിനറ്റ് പദവി നോക്കുകയാണെങ്കിൽ വ്യോമയാന മന്ത്രാലയമാണ് TDP-ക്ക് ലഭിച്ചത്. ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം എയർ ഇന്ത്യ പോലും സ്വകാര്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു, ടാറ്റയുടെ കൈവശമാണുള്ളത്. അപ്പോൾ പോലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, അതായത് 1ാം മോദി സർക്കാരിൽ TDP
അംഗമായിരുന്നു. അന്നും ഇതേ വകുപ്പാണ് TDPക്ക് നൽകിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരിൽ NDAയിലെ തന്നെ രണ്ടാമത്തെ കക്ഷിയായി നിൽക്കുമ്പോഴും അതേ വകുപ്പ് തന്നെയാണ് ലഭിക്കുന്നത്. രാംമോഹൻ നായിഡു ഇത്തവണ മന്ത്രിയാകുന്നു. കഴിഞ്ഞ 2014 അത് അശോക് ഗജപതി രാജുവായിരുന്നു. വ്യത്യാസം മാത്രമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മറ്റ് ചില ആവശ്യങ്ങളിൽ സർക്കാർ അല്ലെങ്കിൽ BJP വഴങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് പ്രത്യേക സാമ്പത്തിക സഹായം, പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏതെങ്കിലും ധാരണ ഈ രണ്ട് പാർട്ടികളുമായി ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം. അത് തന്നെയായിരിക്കാം ഇപ്പോൾ ഈ വിട്ടുവീഴ്ചയ്ക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. JDUവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും JDU ആവശ്യപ്പെട്ട വകുപ്പുകൾ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം JDU നേരത്തെ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട വകുപ്പ് ഒന്ന് റെയിൽ മന്ത്രാലയമായിരുന്നു. റെയിൽ മന്ത്രാലയം ഏതായാലും JDUവിന് നൽകിയിട്ടില്ല. അതിനു പുറമെ ജൽശക്തി മന്ത്രാലയവും ചോദിച്ചിരുന്നു JDU. അതിലേക്കും ഏതായാലും JDUവിന് ആ മന്ത്രാലയവും ലഭിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും JDUവും ഇത്തരത്തിൽ ബീഹാറിനായി പ്രത്യേക പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളിലായിരിക്കും JDUവും ഏതായാലും പരിഗണന നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കിരൺ റിജിജു ആണ്. കാരണം റിജിജു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് രവിശങ്കർ പ്രസാദ് മാറ്റിയ ശേഷം റിജിജുവിനെ നിയമ മന്ത്രാലയം ഏൽപ്പിച്ചിരുന്നു. പക്ഷേ അവസാനത്തെ പുനഃസംഘടനയിൽ റിജിജുവിനെ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഭൗമശാസ്ത്ര മന്ത്രാലയത്തിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഇത്തവണ പാർലമെന്ററി കാര്യ വകുപ്പ് എന്ന സുപ്രധാന പദവിയിലേക്ക് റിജിജു മടങ്ങിയെത്തുകയാണ്. കഴിഞ്ഞ സർക്കാരിൽ പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷവുമായൊക്കെ തന്നെ സഭയുടെ സുഗമമായ നടത്തിപ്പൊക്കെ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന വകുപ്പാണ്. അങ്ങനെ ഒരു കീ പോസ്റ്റിലേക്ക് റിജിജുവിനെ കൊണ്ടുവരുന്നു. ഒപ്പം ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ മന്ത്രിസ്ഥാനവും റിജിജുവിനാണ് നൽകിയിരിക്കുന്നതെന്നാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം. ഒപ്പം ചിരാഗ് പാസ്വാൻ അടക്കമുള്ള നേതാക്കൾക്ക് ക്യാബിനറ്റ് പദവി ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ഒപ്പം ജിതൻ റാം മാഞ്ചിക്കും സമാനമായ രീതിയിൽ ക്യാബിനറ്റ് പദവി നൽകിയിട്ടുണ്ട്. ഈ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ശിവസേന ഷിൻഡായ് വിഭാഗത്തിന്റെയും അജിത് പവാർ വിഭാഗത്തിന്റെയും ഒക്കെ ചില എതിർപ്പുകൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം അവരെ ഒന്നും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. അജിത് പവാർ വിഭാഗത്തിനൊക്കെ 7 MP-മാരുള്ള കക്ഷിയാണ്. 4 ആയിരുന്നല്ലോ, 4 MP-മാർക്ക് ഒരു മന്ത്രി തലത്തിലായിരുന്നല്ലോ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും കാര്യമായ പരിഗണന അവർക്ക് ലഭിക്കാത്ത പശ്ചാത്തലമുണ്ട്. മഹായുതി സഖ്യത്തിൽ ചില പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിൽ ഉടലെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട അതിനുശേഷമുള്ള ക്യാബിനറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏത് തരത്തിലാണ് ഇത് പരിഹരിക്കാനാവുക? അതോ പ്രശ്നം കൂടുതൽ വഷളാകാനുള്ള സാഹചര്യമാണോ മഹാരാഷ്ട്രയിലുള്ളത്? രാകേഷ്, രഞ്ജിത്ത്, മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനുള്ള സാധ്യതയാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യമായി സൂചിപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ കരുത്ത് തെളിയിച്ചത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ NCPയും ശിവസേനയുമാണ്. പക്ഷേ മഹായുതി സഖ്യത്തിലേക്ക് NDAയിലേക്ക് വരുമ്പോൾ ശിവസേന താരതമ്യേന മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. കാരണം ഇപ്പോൾ NDA സഖ്യത്തിൻ്റെ മൊത്തം സീറ്റുകൾ നോക്കുകയാണെങ്കിൽ സഖ്യകക്ഷികളിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ കക്ഷി ഷിൻഡെ വിഭാഗം ശിവസേനയാണ്. കാരണം TDPക്ക് 16, JDUവിന് 12, അതിനുശേഷം ഇപ്പോൾ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്ക് 7 സീറ്റ്. അവിടെയാണ് ഷിൻഡെ വിഭാഗം ശിവസേന പ്രതിഷേധിക്കുന്നത്. അവരുടെ പരിഭവം അവിടെയാണ് നിൽക്കുന്നത്. കാരണം ഒരു സീറ്റുള്ള ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു. ജിതൻ റാം മാഞ്ചി മന്ത്രിയായി. 5 സീറ്റാണ് ചിരാഗ് പാസ്വാൻ ഉള്ളത്. ബീഹാറിൽ നിന്നുള്ള നേതാവാണ്. ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് പദവി നൽകി. അപ്പോൾ എന്തുകൊണ്ട് ശിവസേനയ്ക്ക് അത്തരമൊരു ക്യാബിനറ്റ് പദവി നൽകിയില്ല എന്ന ചോദ്യം പരസ്യമായി ചോദിക്കുകയാണ് ശിവസേന. പ്രത്യേകിച്ച് 7 സീറ്റുകൾ നിലവിൽ ഈ കൂട്ടുകക്ഷി സർക്കാരിൽ ഏറ്റവും നിർണായകമായ ഒരു നമ്പറാണ്. അപ്പോൾ എന്തുകൊണ്ട് ശിവസേനയെ ഇത്തരത്തിൽ പരിഗണിക്കുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ലോക്സഭയിലെ ശിവസേനയുടെ ചീഫ് വിപ്പായ നേതാവ് തന്നെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ഏറ്റവും ഗൗരവമായ കാര്യം. ശ്രീരംഗ് ബർണെ അദ്ദേഹമാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, അനീതി നടന്നു, ശിവസേനയോട് അനീതി കാട്ടിയെന്ന പരാമർശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മഹാരാഷ്ട്രയിൽ ഈ വർഷം അവസാനം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനം മാത്രം നൽകിയത് അപമാനിക്കലാണ് എന്നാണ് അവരുടെ പരാതി. നേരത്തെ അജിത് പവാർ പക്ഷവും സമാനമായ പരാതി ആവർത്തിച്ചിരുന്നു. അതിന് BJPയുടെ വാദം അല്ലെങ്കിൽ BJPയുടെ മറുപടി പ്രതീക്ഷിച്ചൊരു പ്രകടനം അജിത്തിൻ്റെ ഭാഗത്തുനിന്ന്, ആ പക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് 1 സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പക്ഷേ ശിവസേനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. അവർ 7 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. നിലവിലെ കൂട്ടുകക്ഷി സർക്കാരിൽ പ്രധാനപ്പെട്ട നമ്പറാണ് 7 അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരിഗണന കിട്ടിയിട്ടില്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത്. ഏതായാലും അജിത് പക്ഷത്തുള്ള MLA-മാരിൽ പലരും തിരിച്ച് ശരത് പവാർ ക്യാമ്പിലേക്ക് പോകും എന്ന അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം. പക്ഷേ
ഷിൻഡെ വിഭാഗം പ്രതീക്ഷിച്ച പോലെ ഒരു പ്രാതിനിധ്യം കിട്ടാത്ത സാഹചര്യത്തിൽ ആ ക്യാമ്പിലും ഇനി ഒരുപക്ഷെ തർക്കങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതാണ് ആ പാർട്ടി അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ മന്ത്രിസ്ഥാ ഇന്നാണല്ലോ ഈ മന്ത്രിമാർ ഓഫീസുകളെത്തി സ്ഥാനമേൽക്കുക. അതായത് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നേരത്തെയുള്ള മന്ത്രിമാർ തന്നെയാണ്. അതിലൂടെ ഒരു ഭരണ തുടർച്ച, അതായത് പിന്തുടർന്നു വന്ന വികസന പദ്ധതികൾ, റെയിൽവേ വികസനമായാലും റോഡ് വികസനമായാലുമുള്ള കാര്യങ്ങളിൽ ഒരു തുടർച്ച സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നു. കാര്യമായ മാറ്റമില്ലാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ മറ്റു കാര്യങ്ങൾ, ഇന്നലെയാണെങ്കിൽ പ്രധാനമന്ത്രി കർഷകരുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഒപ്പിട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം വീടുകൾ കൂടുതലായി നിർമ്മിക്കാൻ 20 കോടിയോളം വീടുകൾ രാജ്യത്ത് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ജനപ്രിയ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ തുടരും എന്നല്ലേ അർത്ഥം? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം മാത്രവുമല്ല, ഇന്നലെ കിസാൻ നിധിയിലാണ് പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ചത്. 17ാം ഗഡു, അതിൻ്റെ 17ാം ഗഡുവിൻ്റെ ആണ് ആദ്യം ഒപ്പുവെച്ചത്. ഒപ്പം കർഷകർക്കൊപ്പം ഉണ്ട് എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തു. അതിനോടുമായി കൂട്ടി വായിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ കർഷക സമരം നടന്ന മേഖലകളിലൊക്കെ തന്നെ വലിയ തിരിച്ചടി BJPക്ക് നേരിടുകയുണ്ടായി. പഞ്ചാബിൽ സാധാരണഗതിയിൽ ഗുരുദാസ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ BJP വിജയിക്കാറുള്ളതാണ്. പക്ഷേ ഇത്തവണ ഒറ്റ സീറ്റിലും അവിടെ വിജയിക്കാൻ സാധിച്ചില്ല. ഹരിയാനയിലെ 10 സീറ്റിൽ 5 തോറ്റു, 5 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ തന്നെ ഇത്തവണ നിലവിലുണ്ടായിരുന്നു. UPയിലും സീറ്റുകൾ കുറഞ്ഞു. ആ ഒരു ഘട്ടത്തിലാണ് ഏതായാലും ഇത്തരമൊരു തീരുമാനം പ്രധാനമന്ത്രിയുടെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പുറമെ പഞ്ചാബിൽ നിന്നൊരു നേതാവിനെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബിട്ടുവിനെ മന്ത്രിസ്ഥാനം നൽകിയെന്നുകൂടി ഇതിനുമായി കൂട്ടി വായിക്കാവുന്ന കാര്യമാണ്. കാരണം കോൺഗ്രസ് നേതാവായിരുന്നു ബിട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് BJPയിലെത്തുന്നു. അങ്ങനെ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പക്ഷേ പഞ്ചാബിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കർഷക സമരം അടക്കമുള്ള വിഷയങ്ങൾ അവിടെ BJPയെ ബാധിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് പഞ്ചാബിനൊരു മന്ത്രിസ്ഥാനം നൽകുക കൂടി BJP ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരം ഉണ്ടായ പാളിച്ചകൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് മന്ത്രിമാർ ചുമതലയേൽക്കുകയാണ്. 11 മണിയോടുകൂടി ഭൂരിഭാഗം മന്ത്രിമാരും ഓഫീസിലെത്തി ചുമതലയേൽക്കും. ചില മന്ത്രിമാരെങ്കിലും അത് മാറ്റിവെക്കാറുണ്ട്. അടുത്ത ദിവസങ്ങളിലായിരിക്കും ചുമതലയേൽക്കൽ നടക്കുക. പക്ഷേ ഭൂരിഭാഗം മന്ത്രിമാരും ഇന്ന് തന്നെ ചുമതലയേൽക്കും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഇന്ന് മോദി സർക്കാരിന്റെ 3ാം മോദി സർക്കാരിലെ മന്ത്രിമാർ ചുമതലയേൽക്കുന്ന ദിവസമാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം BJP നിലനിർത്തുന്ന സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനടക്കം നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ മോദി മന്ത്രിസഭയിലുണ്ട്. ഒപ്പം ജനപ്രിയ ജനക്ഷേമ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകി തന്നെയാകും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിൽ വിചാരിച്ചത്ര ഒരു ഫലം അല്ലെങ്കിൽ ഒരു മെച്ചം ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ ജനക്ഷേമ പദ്ധതികൾക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊക്കെ ഏറെ വിമർശനമേറ്റിരുന്ന നിരവധി പദ്ധതികൾ ഒന്ന് പുറകോട്ടടിച്ചേക്കാം. ഒരുപക്ഷെ നിരവധി പ്ലാനുകൾ ഒന്ന് പുറകോട്ട് പോയേക്കാം. അതിനു പകരം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, കാരണം മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. കൂട്ടുകക്ഷി സർക്കാരാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ചില മാറ്റങ്ങൾ ആദ്യ 2 മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടുള്ളതിനേക്കാൾ ഇത്തവണ ഉണ്ടായേക്കാം എന്നാണ് ലഭിക്കുന്ന വിവരം.